ജനുവരി 22, 2024 അയോധ്യയിൽ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങ് നടന്ന് വെറും 2 വർഷം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. എന്നാൽ ഇന്ന് അയോധ്യയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഭക്തർ നൽകിയ കോടിക്കണക്കിന് സംഭാവന തുകയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 7.5 കോടി. ദിവസേന കൈക്കലാക്കിയത് ലക്ഷങ്ങളാണ്. കൂടാതെ സ്വർണം, വെള്ളി, വജ്രാഭരണങ്ങൾ എന്നിവ വ്യാജ വസ്തുക്കൾ പകരം വച്ച് മാറ്റി. അങ്ങനെ ആരോപണങ്ങളുടെയും വിവാദങ്ങളുടെയും കേന്ദ്രമായി മാറുകയാണ് അയോധ്യ. തട്ടിപ്പ് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ ഏജൻസിയെയും നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് അയോധ്യയിൽ നടക്കുന്നത്? ആരെല്ലാമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ? വിശദമായി അറിയാം. സമാജ്വാദി പാർട്ടി മുൻ MLA പവൻ പാണ്ഡെയാണ് അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനയിൽ തട്ടിപ്പ് നടന്നെന്ന ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. 7.5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. സംഭാവനയായി ലഭിച്ച സ്വർണം, വെള്ളി, വജ്രാഭരണങ്ങൾ എന്നിവ വ്യാജ വസ്തുക്കൾ പകരം വച്ച് മാറ്റുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. ക്ഷേത്ര ചുമതലയുള്ള ട്രസ്റ്റിന് നേതൃത്വം നൽകുന്നവർ പണം കൈകാര്യം ചെയ്യുന്ന രീതിയും ചോദ്യം ചെയ്യപ്പെട്ടു. സംഭാവന എണ്ണാൻ ചെറിയ വരുമാനത്തിന് നിയോഗിക്കപ്പെട്ട ജീവനക്കാരുടെ ആഡംബര ജീവിതവും ആരോപണങ്ങൾക്ക് ബലമേകി. ആരോപണം ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയതോടെ വിവാദം ശക്തിപ്പെട്ടു. തുടക്കത്തിൽ ക്ഷേത്ര ഭരണത്തിന് നേതൃത്വം നൽകുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയായിരുന്നു. ക്ഷേത്രത്തിലെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും സുതാര്യതയിൽ ഒട്ടും സംശയമില്ലെന്നുമായിരുന്നു ട്രസ്റ്റ് അംഗം മഹന്ത് ദിനേന്ദ്ര ദാസ് മഹാരാജ് പറഞ്ഞത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും VHP വൈസ് പ്രസിഡന്റുമായ ചമ്പത്ത് റായിയും ആരോപണങ്ങളെ നുണയെന്നു പറഞ്ഞ് തള്ളി. വിവാദം ശക്തമായതോടെ അഡ്വക്കേറ്റ് മോഹിത് അശോക് ജൂൺ 12 ഫയൽ ചെയ്ത പൊതുതാൽപര്യ ഹർജിയെ തുടർന്ന് ജൂൺ 14 സംഭാവന തട്ടിപ്പ് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ കമ്മീഷൻ രൂപവൽക്കരിച്ചു. ലക്നൗ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത്, IG കിരൺ S, ധനവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നീൽ രത്തൻ എന്നിവരാണ് SIT അംഗങ്ങൾ. സംഭാവന തട്ടിപ്പ് അന്വേഷിച്ച് ഏറ്റവും വേഗത്തിൽ റിപ്പോർട്ട് നൽകാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി. ശ്രീരാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആവശ്യപ്രകാരമാണ് SIT രൂപീകരിച്ചതെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. SIT നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. രാംലല്ല പ്രാണപ്രതിഷ്ഠ സമയത്ത് ജോയേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സമർപ്പിച്ച 60 കിലോഗ്രാം വരുന്ന വെള്ളിക്കട്ടികൾ കാണാനില്ലെന്നതായിരുന്നു ആദ്യത്തെ വിവരം. വെള്ളിക്കട്ടികൾ ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയതിൻ്റെ രേഖകളുണ്ടെന്നും അസോസിയേഷൻ പറഞ്ഞെങ്കിലും SITക്ക് ഇത് സംബന്ധിച്ച രേഖകളോ വെള്ളിക്കട്ടികളോ കണ്ടെത്താനായില്ല. അതിനിടെ ക്ഷേത്ര ജീവനക്കാരിൽ ഒരാളുടെ വസതിയിൽ നിന്ന് 10 ലക്ഷത്തിലേറെ രൂപ പിടിച്ചെടുത്തു. ക്ഷേത്രത്തിലെ സംഭാവന പെട്ടികളുടെ താക്കോലുകൾ മറ്റൊരു ജീവനക്കാരൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സന്നദ്ധ സേവനം ചെയ്യുന്നവരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരെല്ലാം SIT നിരീക്ഷണത്തിലായി. 2024 ജനുവരി 22 രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഇവരിൽ പലരുടെയും സാമ്പത്തിക സ്ഥിതി അതിവേഗം മാറിയതും ചിലർ പൊടുന്നനെ കോടീശ്വരന്മാരായതുമാണ് സംശയത്തിനിടയാക്കിയത്. തുടർന്ന് അന്വേഷണം പതിയെ ചമ്പത്ത് റായിയിലേക്ക് നീങ്ങുകയായിരുന്നു. ചമ്പത്ത് റായിയുമായി അടുത്ത ബന്ധമുള്ളവരുടെ ആസ്തിയും കുത്തനെ കൂടിയതായി SIT കണ്ടെത്തി. തുടർന്ന് SIT സർക്കാരിന് കൈമാറിയ പ്രാഥമിക റിപ്പോർട്ടിൽ ചമ്പത്ത് റായി ഉൾപ്പെടെ 17 പേർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കണമെന്നും അഡ്മിനിസ്ട്രേറ്ററായി മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും SIT ശുപാർശ ചെയ്തു. SIT ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജൂൺ 25 8 പേരെ പ്രതികളാക്കി FIR രജിസ്റ്റർ ചെയ്യുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അനൂകൽ മിശ്ര, ലവകുഷ് മിശ്ര, അവിനാശ് ശുക്ല, രാംശങ്കർ മിശ്ര, മനീഷ് യാദവ്, സുഭാഷ് ചന്ദ്ര ശ്രീവാസ്തവ്, കരുണേഷ് പാണ്ഡെ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിയുടെ ഡ്രൈവറായ രാംശങ്കർ മിശ്ര എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളിൽ 6 പേർ പണമെണ്ണാൻ ചുമതലപ്പെടുത്തിയിരുന്ന ക്ഷേത്ര ജീവനക്കാരാണ്. 8 പേരും പണം തട്ടിയെടുക്കുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുമുണ്ട്. മോഷണം, വിശ്വാസവഞ്ചന, വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ 80 ലക്ഷത്തോളം രൂപയും സംഘം കണ്ടെടുത്തു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായവർ ജീവനക്കാർ മാത്രമാണെന്നും യഥാർത്ഥ കുറ്റവാളികളായ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നായിരുന്നു SITയുടെ അനൗദ്യോഗിക പ്രതികരണം.
തട്ടിപ്പിനെ ചൊല്ലിയുള്ള വിവാദം നാണക്കേടായതോടെ വിശ്വ ഹിന്ദു പരിഷത്തിലും സംഘപരിവാറിനുള്ളിലും ഭിന്നസ്വരം ഉയർന്നു തുടങ്ങി. ട്രസ്റ്റിലെ ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ പ്രതികരിച്ചു. ഒടുവിൽ ജൂൺ 26-ന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നതായി ചമ്പത് റായ് പ്രഖ്യാപിച്ചു. ഒപ്പം ട്രസ്റ്റിയായ അനിൽ മിശ്രയും രാജിവെച്ചു. എന്നാൽ ജൂലൈ 6-ന് ചേർന്ന ക്ഷേത്ര ട്രസ്റ്റ് യോഗത്തിലാണ് ചമ്പത് റായിയുടെയും അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി സ്വീകരിച്ചത്. ട്രസ്റ്റ് അംഗമായി ചമ്പത് റായ് തുടരുമെന്നാണ് വിവരം. കൃഷ്ണമോഹനെ ഇടക്കാല സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. പുതിയ ജനറൽ സെക്രട്ടറിയായി വിശ്വ ഹിന്ദു പരിഷത്ത് ഇൻ്റർനാഷണൽ ജനറൽ സെക്രട്ടറി ബജ്രംഗ് ബാഗ്രയെ ഈ പദവിയിലേക്ക് പരിഗണിക്കുന്നതായാണ് ട്രസ്റ്റ് വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ജൂലൈ 19, 20 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന VHPയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ സംഘടനയിലെ പ്രധാന മാറ്റങ്ങൾക്കൊപ്പം പുതിയ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിലും അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ.